ഇന്ന് അമ്മ നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ സാറ്റർഡേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ സാറ്റർഡേ നൈറ്റ് 12 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രേയു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ നേരെ മദീനയിൽ ഇപ്പോൾ പുതിയതായിട്ട് നെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി അത്യാവശ്യം വലിയ നെസ്റ്റമാണ്. കുറേ നമുക്ക് ഡ്രസ്സസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ നെസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പ്രതും കൂടി ഉണ്ടായിരുന്നു, അവനെയും കൂടി പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റാസൽ ഗെയിം എയർപോർട്ടിലായിരുന്നു അമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതിൻ്റെ ഒരു 10 മിനിറ്റ്സ് മുന്നേ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളത്. പിന്നെ ബാഗേജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങാൻ ഞങ്ങൾ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അമ്മ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഋതുവിന് പിന്നെ ഒട്ടും പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് കാലമായല്ലോ അമ്മേനെ കണ്ടിട്ട്, കുറച്ച് മാസങ്ങളായി. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരിക്കില്ല എന്ന്. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ പോയി, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മേനായിട്ട് നല്ല ഫുൾ സെറ്റായിരുന്നു. പിന്നെ അമ്മ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് റൂമിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് KFCയും മെക്ഡി അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് അങ്ങനത്തെ ഫുഡ്സൊന്നും കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമല്ല, നാടൻ ടൈപ്പ് ഫുഡാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ നേരെ കിസൈസിലുള്ള T ജംഗ്ഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നേരെ നമ്മൾ റൂമിൽ പോയി. പിറ്റേ ദിവസം ആർക്കും ഡ്യൂട്ടി ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ നല്ല ലേറ്റായിട്ട് എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നത്. ഋതു എണീറ്റ് സെറ്റായപ്പോൾ തന്നെ അമ്മേനായിട്ട് ഫുൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.